തിരുവനന്തപുരത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി ലൊക്കേഷൻ ഒരു പ്രീമിയം വീടാണ് നിങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. എല്ലാത്തരം മോഡേൺ ഫീച്ചേഴ്സും ലക്ഷറി അമ്യൂണിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അതിവിശാലമായ വീട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇതിന് സിമിലറായി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മറ്റു വീടുകളൊക്കെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അറിയുന്നതിനായി വീഡിയോ മുഴുവനെ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാണാൻ കഴിയുന്നത് പോലെ നല്ല ഭംഗിയിലുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് വീടുകളും VIP എക്യുപ്മെന്റ്സും അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി ഏരിയ തന്നെയാണിത്. ഈ വീടിന് ഓപ്പോസിറ്റ് ആയി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സ്വന്തം ആവശ്യത്തിനായി അവർ തന്നെ നിർമ്മിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ തന്നെ ഈ ഏരിയയുടെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി വീടിന്റെ ഫ്രണ്ട് എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയം ലുക്കിൽ വൈറ്റ് ആൻഡ് വുഡൻ കളർ തീമിൽ മോഡേൺ കണ്ടംപററി ഡിസൈൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 5.4 സെന്റ് സ്ഥലത്തിൽ 3 കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്ക് ചെയ്യാൻ കഴിയുന്ന സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ കാർ പോർച്ചിന് നേരെ മുകളിലായി അതേ ഒരു സ്പേസിൽ തന്നെ നല്ല ഓപ്പൺ ബാൽക്കണി സ്പേസ് തന്നെ ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ കവേർഡ് ആയ ചെറിയൊരു പോർഷനും അവൈലബിൾ ആണ്. വീടിന് പുറമേയും ഉള്ളിലും നാച്ചുറിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഡിസൈനിങ് വർക്ക്സ് ഒക്കെ നടത്തിയിട്ടുള്ളത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ എടുത്തു കാണിക്കുന്നത് ചുറ്റുപാടും കൊടുത്തിരിക്കുന്ന ആ ഒരു ഗ്രീനിഷ് ഡിസൈൻസും അതുകൂടാതെ തടിയുടെ ഡിസൈനിങ്ങുമാണ്. വീടിന് മുന്നിലായി തന്നെ നല്ല വീതിയിലുള്ള സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ വലിയ കാറുകൾ പോലും വളരെ ഈസിയായി തന്നെ വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയും. കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ മുറ്റം മുഴുവനായി കല്ലുകളും ഗ്രാസുകളും ഒക്കെ പായിക്കൊണ്ട് ബ്യൂട്ടിഫുൾ ആക്കിയിരിക്കുന്നത് കാണാൻ കഴിയും. മുറ്റത്ത് നല്ലൊരു സ്പേസ് തന്നെ ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ പല പൊസിഷൻസിലായ ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻ പ്രോസസ് ഒക്കെ തന്നെ കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് 8 കിലോമീറ്ററും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്ററുമാണ് വീട് വരെയുള്ള ദൂരം. വീടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വെറും 180 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സ് ആയി കിണറും മുറ്റത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ പൈപ്പ് ലൈൻ കണക്ഷനും അവൈലബിൾ ആണ്. തീർത്തും വിശാലമായ ഈ ഒരു കാർ പോർച്ച് ഏരിയയിൽ ഒരു കാറും 2 ബൈക്കുകളും പാർക്ക് ചെയ്യാൻ കഴിയുന്ന സ്പേസ് തന്നെ ലഭിക്കുന്നുണ്ട്. തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു കാർ പോർച്ച് ഏരിയയുടെ ഡയറക്റ്റ് മുകളിലായിട്ടാണ് വീടിന്റെ ആ ഒരു ഓപ്പൺ ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നത് വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്ന ആ ഒരു മോഡേൺ ഓപ്പൺ സിറ്റ് ഔട്ട് ഏരിയയാണ്. നല്ലൊരു സിറ്റിംഗ് ഏരിയ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു ഡബിൾ ഡോർ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയ മെയിൻ ഫ്രണ്ട് ഡോർ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുതൽ തന്നെ വീടിന്റെ ആ ഒരു പ്രീമിയം ഇന്റീരിയർ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ വളരെ വിശാലമായ ഗ്രൗണ്ട് ഫ്ലോർ ഹോളിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇവിടെ തന്നെ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് സ്പേസുകളായി തന്നെ കൊടുത്തിട്ടുണ്ട്. കാണുന്നത് പോലെ തികച്ചും വിശാലമായ ഗ്രൗണ്ട് ഫ്ലോർ ഹോൾ തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. ഇത് തന്നെയാണ് വീടിനുള്ളിലെ ഓരോ സ്പേസസിന്റെയും കാര്യം. വീടിനുള്ളിലെ ഓരോ സ്പേസസും തികച്ചും സ്പേഷ്യസ് ആയും എഫിഷ്യന്റുമായി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസ് മാത്രം ഏകദേശം 20x16 ഫീറ്റ് ഡയമെൻഷനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയാൻ കഴിയും. ഒരു സൈഡിലെ TV യൂണിറ്റും മറ്റ് കബോർഡ് വർക്സും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതിന് ഓപ്പോസിറ്റ് സൈഡിലായി ധാരാളം പ്രകാശം വീടിന്റെ ഈ ഒരു സ്പേസിനുള്ളിലേക്ക് ലഭിക്കുന്ന രീതിയിൽ ഡോർസും വിൻഡോസും ഒക്കെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു സ്റ്റെയർ കേസ് ഏരിയയുടെ സൈഡിലേക്ക് വന്നാൽ സ്റ്റെയർ കേസ് ഏരിയയ്ക്ക് താഴെ നല്ലൊരു കബോർഡ് വർക്ക് നിർമ്മിച്ചിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസ് ലഭിക്കുന്ന ഒരു കബോർഡ് വർക്ക് സിസ്റ്റം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്സും ഈ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയും തന്നെയാണ് ഈ ഏരിയ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതെന്ന് പറയാൻ കഴിയും. 5.4 സെന്റിൽ 2400 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീടിന്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 2 ബെഡ്റൂംസും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ വളരെ വിശാലമായ ഒരു ഓപ്പൺ ബാൽക്കണി സ്പേസും ഒരു മൾട്ടിപർപ്പസ് യൂട്ടിലിറ്റി സ്പേസും ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. ഇനി ഇവിടേക്ക് വന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ സെപ്പറേറ്റ് ആയ ഡൈനിങ് സ്പേസ് ഏരിയയാണ് ഇവിടെ കാണുന്നത്. ഇതിനോട് ചേർന്നതിന് വീടിന്റെ ആ ഒരു മോഡേൺ ഓപ്പൺ കിച്ചൺ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു സൈഡിലെ വിശാലമായ ഒരു വാഷിംഗ് ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. ഈ ഒരു സ്പേസ് ഏകദേശം 14x10 ഫീറ്റ് ഡയമെൻഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഫോൾ സീലിംഗ് ഡിസൈൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ വീടിന്റെ ആ ഒരു മോഡേൺ ഓപ്പൺ കിച്ചണും കാണാൻ കഴിയുന്നുണ്ട്. സെർവിംഗ് ഒക്കെ ഈസി ആക്കാൻ വേണ്ടി ഒരു സെർവിംഗ് കൗണ്ടർ ടേബിളും എൻട്രൻസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. തികച്ചും എസ്തെറ്റിക്കലി പ്ലീസിംഗും ബ്യൂട്ടിഫുളുമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസിനായി ക്യാബിനറ്റ്സ് ഒക്കെ തന്നെ താഴെയും മുകളിലുമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒരു ടോൾ യൂണിറ്റും എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബും സിങ്ക് സ്മോക്കർ സോസിനായുള്ള ചിമ്മിനിയും കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഫുള്ളി ഇന്റർലോക്ഡ് ആയ ബാക്ക്യാർഡ് ഏരിയയിലേക്കാണ്. ഇവിടെ തന്നെ നനകല്ലും വാഷിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കാണാൻ കഴിയുന്നത് തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന 2 ബെഡ്റൂംസിന്റെ ആദ്യത്തെ ബെഡ്റൂമാണ്. വീടിനുള്ളിലെ 3 ബെഡ്റൂംസ് സിമിലർ സ്പേസസിലും സിമിലർ സ്പെസിഫിക്കേഷനിലുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ 4ാമത്തെ ബെഡ്റൂം തികച്ച സ്പേഷ്യസ് ആയി ഒരു ലക്ഷറി ലുക്കിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കാണുന്നതിനായി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോ. വീടിനുള്ളിലെ എല്ലാ ബെഡ്റൂംസിലും വാർഡ്രോബ്സും അറ്റാച്ച്ഡ് ബാത്റൂംസും ഫോൾ സീലിംഗ് വർക്സും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഈ കാണുന്നത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. കാണുന്നത് പോലെ എല്ലാത്തരം മോഡേൺ ഫീച്ചേഴ്സും ബാത്റൂംസിൽ എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ 2ാമത്തെ ബെഡ്റൂമാണ്. ആദ്യം കണ്ട ബെഡ്റൂമിന് വളരെ സിമിലർ ആയി തന്നെയാണ് ഇതും ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു വീട്. പൈപ്പ് ഫിറ്റിംഗ്സിനും മറ്റെല്ലാത്തരം സാനിറ്ററി ഫിക്ചേഴ്സിനും സെറയുടെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ന്യൂ മോഡൽ ഫ്ലോർ മൗണ്ടഡ് WC, വാഷ് ബേസിൻ വിത്ത് മിറർ, മിക്സർ ടാപ്പ് വിത്ത് ഷവർ, എക്സോസ്റ്റ് ഫാൻസ് എന്നിങ്ങനെ എല്ലാത്തരം മോഡേൺ ഫീച്ചേഴ്സും ബാത്റൂംസിലെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി വീടിന്റെ തന്നെ ഏറ്റവും വലിയ അട്രാക്ഷനുകളിൽ ഒന്നായി ഈ ഒരു സ്റ്റെയർകേസ് ഏരിയയിലാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നത്. കാണുന്നത് പോലെ ഒരു ലക്ഷറി ലുക്ക് തന്നെ ലഭിക്കുന്ന ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. തടിയിൽ തന്നെ നിർമ്മിച്ച ഹാൻഡ് റെയിൽസും ഫോൾ സീലിംഗ് വർക്സും LED ലൈറ്റിംഗ്സും ഒക്കെ തന്നെ ഈ ഏരിയ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയും. ഇതിലൂടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിച്ചേരുന്നത് അത്യാവശ്യം വലിയൊരു സിറ്റിംഗ് ഏരിയ ലഭിക്കുന്ന ലിവിംഗ് സ്പേസ് ഏരിയയിലേക്കാണ്. ഇവിടെയും ഒരു സെക്കൻഡറി TV യൂണിറ്റും ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ആ ഒരു സിമിലർ ഇന്റീരിയർ ഡിസൈനിങ്ങും തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലാകെ മൊത്തം ഒരു ലിവിംഗ് സ്പേസും 2 ബെഡ്റൂംസും 2 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു മൾട്ടിപർപ്പസ് യൂട്ടിലിറ്റി സ്പേസും ഒരു ഓപ്പൺ ബാൽക്കണി സ്പേസുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യമേ പറഞ്ഞ തികച്ചും വിശാലമായ ഫസ്റ്റ് ഫ്ലോറിലെ ആ ഒരു വലിയ മാസ്റ്റർ ബെഡ്റൂമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ വളരെ വലിയൊരു ഫ്ലോർ സ്പേസ് ഏരിയ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു സൈഡിലായി വാൾ മൗണ്ടഡ് ആയ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 20x16 ഫീറ്റ് ഡയമെൻഷനാണ് ഈ ഒരു ബെഡ്റൂമിന് മാത്രം ലഭിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ലക്ഷറി ലുക്ക് ലഭിക്കുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഡോറിലൂടെയാണ്. ഇവിടെ ഷവർ ഏരിയ സെപ്പറേറ്റ് ചെയ്യാനായി ഒരു ഗ്ലാസ് ഡോറും കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ റെയിൻ ഷവർ ആണ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനെയും ലൊക്കേഷനെയും പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം പെരികാവ് എന്ന ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5.25 സെന്റിൽ 2400 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസ്, 2 വിശാലമായ ലിവിംഗ് സ്പേസസും ഒരു മൾട്ടിപർപ്പസ് യൂട്ടിലിറ്റി സ്പേസും വിശാലമായ ഒരു ഓപ്പൺ ബാൽക്കണി സ്പേസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വീടിന്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. അതിൽ തന്നെ പെരികാവ് പോസ്റ്റ് ഓഫീസിനും ബസ് സ്റ്റോപ്പിനും സ്കൂളിൽ നിന്ന് വെറും 200-250 മീറ്റർ മാത്രമാണ് വീട് വരെയുള്ള ദൂരം. തിരുവനന്തപുരം കാട്ടാക്കട മെയിൻ ബസ് റോഡിൽ തന്നെയാണ് ഈ ഒരു ലൊക്കേഷനും വരുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷനൊന്നും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. തിരുവനന്തപുരം സിറ്റി ബോർഡറിലായി സിറ്റി ലൈഫിലേക്ക് ഈസിലി ആക്സസിബിൾ ആയതുപോലെ നോയ്സ് പൊല്യൂഷൻസ് ഒന്നും ഒട്ടും അഫക്ട് ചെയ്യാതെ പീസ്ഫുൾ ആയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു വീട്. അതുപോലെ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കും തിരുവനന്തപുരത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കും ഒരുപോലെ ഈസി ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയായിരിക്കും ഇത്. ഈ ഒരു സ്പേസ് ആണ് ആദ്യമേ പറഞ്ഞ വിശാലമായ വീടിന്റെ ആ ഒരു ഓപ്പൺ ബാൽക്കണി സ്പേസ്. കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഏരിയയുടെ മുഴുവൻ വ്യൂസും ആസ്വദിക്കാവുന്നതാണ്. ഒരു ഈവനിങ് ടൈമൊക്കെ ചായയൊക്കെ കുടിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഈ ഒരു സ്പേസ്. ഇവിടെ നിന്നുള്ള വിഷ്വൽസും വളരെ ബ്യൂട്ടിഫുൾ തന്നെയാണ്. ഇത്രയും അധികം മോഡേൺ ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിർമ്മിച്ച ഈ ഒരു അതിഗംഭീര 4 BHK വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എന്നത് 1,05,00,000 രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ തന്നെയാണ്. വീട് വാങ്ങുന്നതിനായി 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീട് വിസിറ്റ് ചെയ്യുവാനും കൂടുതൽ ഡീറ്റെയിൽസിനുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. കൂടുതൽ വീഡിയോസൊക്കെ ഒരു പ്ലേ ലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്